അടിപൊളി സാധനം കയറുമെന്നുള്ളതാണ്. ഇത് കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, കുട്ടാട ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വേറെ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ചൂണ്ട ഇടാനത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നൊന്ന് ചൂണ്ട ഇട്ട് നോക്കാം. അപ്പം പിന്നെ ഇപ്പോൾ ഷട്ടറൊക്കെ തുറന്ന് നല്ല ഒഴുക്കുമുണ്ട്, അതുപോലെ ഉപ്പൊക്കെ ഉണ്ട്. അത് കാരണം കരിമീൻ കുഴപ്പമില്ല, നമ്മൾ കക്കയാണ് ഇടുന്നത്. കരിമീൻ ഉപ്പിനകത്തൊന്നും വിഷയമില്ല, പക്ഷേ അടിക്കുമല്ലോ എന്നുള്ളതാണ് വിഷയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ കക്കയൊക്കെ പൊട്ടി അതിന് നല്ല തീറ്റ ഉണ്ടാകും. അപ്പോൾ തീറ്റ എടുക്കാൻ ശകലം ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് പോയി നോക്കാം, ചൂണ്ടിട്ട് നോക്കാം. കിട്ടിയാൽ കുളിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് ഇതിലോട്ട് ഇട്ട് നോക്കാം. കാരണം നമ്മൾ സാധാരണ ചൂണ്ടയൊക്കെ ഇടുന്നതാണ്. കഴിഞ്ഞ ദിവസം കപ്പ കൊണ്ടായിട്ട് പിന്നീട് നമുക്ക് കപ്പ കൊണ്ട് ഇട്ട് നോക്കാം. കപ്പയില്ല നമ്മുടെ ഇതിൽ. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വയ്യ തുടങ്ങാം. കൂട്ടുകാരെ നമ്മൾ വയ്യ തുടങ്ങുവാണേ. ഇങ്ങോട്ട് വാ, ഇതൊന്ന് കണ്ടോ കക്കായ ഈ ഉപ്പ് കയറിയിട്ടേ കക്കായുടെ ഇത് കണ്ടോ, മാംസമൊന്നും ഇല്ല. അതായത് നമുക്ക് നോക്കാമെന്ന്. കണ്ടോ സൂക്ഷിച്ചു പോയി. ഇനിയിപ്പോൾ ഉടനെ പൊട്ടും. കുഞ്ഞ ഇനി പിടിച്ചേ പൊക്കരുത്. ചവിട്ടാൻ സ്ഥലമില്ല. എടുത്തോ? സാധാരണ ഇറച്ചിക്ക് ശകലം കൂടെ വണ്ണമൊക്കെ കാണും. ഇതിപ്പം കണ്ട് ഉപ്പ് കയറിയുണ്ട്, സൂക്ഷിച്ച് പിടിക്കുന്നുണ്ട്. ഉണ്ട് നല്ല സാധനമാണ്.
ഇതാണ് നമുക്ക് കിട്ടാനേ താമസം. എന്നെ ആരോ വിളിച്ചല്ലോ ഫോട്ടോ ഇരുന്നുണ്ട്. ആ ഉണ്ട് ചെറിയ വളർത്തുണ്ട്. ഇതിലെ മേലെ ആയിക്കും സാധനം. പോലും ഉണ്ട്. അടിപൊളി സാധനം. കയറുമെന്നുള്ളതാണ്. ഇത് കണ്ടോ കണ്ടോ? എൻ്റെ അമ്മ ഒരു 3/4 കിലോ മേളി വരും സാധനം. കണ്ടോ? നല്ല അടിപൊളി സാധനം. ഇത്ര ഒരു 10 എണ്ണം കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്ര വേണ്ട, 2-3 എണ്ണം കിട്ടിയാൽ മതി. 1.5 കിലോ മേലുണ്ട് ഉറപ്പായിട്ടും. ഇതുണ്ടോ? കണ്ടോ? ഇതൊക്കെ സാധനം. അപ്പോൾ നമുക്ക് നമ്മുടെ പണി കിട്ടും. ഉണ്ട് എടുക്കത്തില്ല. അപ്പം കൂട്ടുകാരത്തെ നമ്മൾ ചൂണ്ടടിയിൽ നിർത്തുകയാണ്.
നമ്മൾ ഇരുന്ന കക്ക തീർന്നു. അപ്പം നമ്മൾ പയ്യെ നിർത്തും. നല്ല കൊത്തുണ്ടായിരുന്നു, പിന്നെ ചെറുതാണ്, കൂടുതലും കൊത്തുന്നത് ചെറുതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ 4 കക്ക വരും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇടുക. അത് ചാകത്തൊന്നുമില്ല, അവൻ രക്ഷപ്പെട്ടോളും. ഈ സാധനമെല്ലാം നമ്മൾ തിരിച്ച് അങ്ങോട്ടിടുക. കാരണം ഇതുവരെ നടന്നു പോകുമ്പോഴത്തേക്കിനെ നമ്മുടെ കാലയിലും കയ്യിലൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, ഈ സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ മീൻ അടുക്കും. കരിമീൻ വന്ന് നിൽക്കും. കരിമീനും എല്ലാം വന്ന് നിൽക്കും. കാരണം തീറ്റയാണുള്ളത്. ഇതുണ്ട്, ഇതിനകത്ത് ഈ കച്ചാർച്ചയുണ്ട്. ഇതുണ്ട്, നമുക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാതെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. കാരണം അവിടെ കുടഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് വേറെ വീട്ടിലോട്ട് പോകാം എടുത്തതിന് ശേഷം. കരിമീനെ കാണിച്ചു തരാവേ. സാധനം കിട്ടി. ഇതിനകത്ത് ഇവൻ ഒരു 3/4 കിലോന് മുകളിലുണ്ട്. ഇത് കണ്ടോ, സൈസ് കണ്ടോ, എൻ്റെ കൈയൊക്കെ ഇത് കണ്ടോ. ഇതും കുഴപ്പമില്ല സാധനമാണ് കണ്ടോ. പിന്നെ ബാക്കിയെല്ലാം ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, എന്നാലും കണ്ടോ, എന്നാലും ഒരു 1.5 കിലോ 2 കിലോ അടുത്തുണ്ട് സാധനം. അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടോ, ഇത് മുട്ടക്കരിമീനാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, മുട്ട ആകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ.